everyone, welcome back to my channel. ഇന്ന് പറയാൻ പോകുന്നത് ലാസ്റ്റ് മിനിറ്റ്സ് ഹിസ്റ്ററിയിൽ യൂസ് ചെയ്യാവുന്ന ട്രിക്കുകളെ കുറിച്ചാണ്. ഇനി എക്സാമിന് ഡേറ്റ് ഇല്ല, 2-3 ഡേയ്സേ ഉള്ളൂ. അതിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ചില ട്രിക്സുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഹിസ്റ്ററി പ്രിലിംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റാണ്. പ്രിലിംസ് പാസ്സാവണം എന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചേ പറ്റൂ. സയൻസ്, കൊമേഴ്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റ് പഠിച്ച ആൾക്കാർക്കെല്ലാം ഇതൊരു വീക്ക് ഏരിയ തന്നെയാണ്. പ്രിലിംസിന് 15 to 25 ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ എല്ലാത്തിൽ നിന്നും കൂടി ഒരു 30 മാർക്സ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. ഈ ഒരു പാർട്ടിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ 5 വർഷമായി ഹിസ്റ്ററിയിൽ നിന്നും അതേപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്രയാണ് എന്നുള്ളതാണ്. 2019 ആൻഷ്യനിൽ 4, മിഡീവൽ 4, മോഡേൺ 5, ആർട്ട് ആൻഡ് കൾച്ചർ 3 ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ 16 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. നമുക്കിനി എക്സാമിന് 2-3 ഡേയ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം. പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് ടൈമിൽ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സ്ട്രക്ചേർഡ് ആൻഡ് പ്ലാൻഡ് സ്റ്റഡി റിവൈസ് ചെയ്യാനായി ഹെൽപ്പ് ചെയ്യും. ഇനിയുള്ള ദിവസങ്ങളിൽ ഹിസ്റ്ററിക്ക് 10 hours ആണ് റിവൈസ് ചെയ്യാൻ എടുക്കേണ്ടത്. അതിൽ ആൻഷ്യൻ്റ് 2 hour, മിഡീവൽ 2 hour, മോഡേൺ ഹിസ്റ്ററി 4 hour, കൾച്ചർ 2 hour. ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതൊക്കെയാണെന്ന് നോക്കാം. റിവൈസ് ചെയ്യേണ്ടത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ട്സ് മാത്രമായിരിക്കണം. റിവൈസ് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് കൂടി ലിങ്ക് ചെയ്യാനായി ശ്രമിക്കുക. ഇൻഡസ് വാലി സിവിലൈസേഷൻ വേഴ്സ് വേദിക് കൾച്ചർ, അതേപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റ് വിത്ത് മുഗൾ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഹിസ്റ്ററിയിൽ ചോദിക്കുന്ന കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് പറയാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ബുദ്ധിസം. ബുദ്ധിസം സ്പാൻസ് ഇന്ത്യ, ആൻഷ്യൻ്റ് ഇന്ത്യ, ദാറ്റ് ഈസ് വൈ ബുദ്ധിസം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അതുപോലെ റീസെൻറ്റ് ഇയേഴ്സിൽ മിഡീവൽ ഇന്ത്യ പീരീഡ്സിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഫസ്റ്റ് ഏരിയ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് ആൻഡ് ക്രൗൺ പോളിസീസ് ആൻഡ് ചാപ്റ്റർ ടിൽ 1857. നെക്സ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് വേരിയസ് മൂവ്മെൻറ്റ് ഇൻക്ലൂഡിങ് സോഷ്യൽ റീഫോംസ് മൂവ്മെൻറ്റ്. അതുപോലെ ദ ഏർലി ഫേസ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഗാന്ധിയൻ ഫേസ് ടിൽ 1947. ആൻഷ്യൻറ്റും അതേപോലെ തന്നെ മിഡീവൽ ഹിസ്റ്ററിയിലും 90% കവർ ചെയ്തിരിക്കണം. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് വേദിക്, ബുദ്ധിസ്റ്റ്, ജെയിൻ, സംഘം ലിറ്ററേച്ചർ ആൻഡ് ഫോറിൻ സോഴ്സസ് ആൻഡ് അക്കൗണ്ട്സ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ടെമ്പിൾ ആർക്കിടെക്ചർ, ഇസ്ലാമിക് ആർക്കിടെക്ചർ, മ്യൂസിക്, പെയിൻറ്റിംഗ്, ഡാൻസ് ഫോംസ്. കൾച്ചറൽ ആസ്പെക്ട്സ് ആയ ഫയർസ്, ഫെസ്റ്റിവൽ, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എന്നിരുന്നാലും ആർട്ട് ആൻഡ് കൾച്ചറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്ക് നോക്കിയിരിക്കണം. ക്രോണോളജിക്കൽ സ്റ്റഡി എങ്ങനെയെന്ന് നോക്കാം. ഓൾറെഡി പ്രിപ്പയർ ചെയ്ത സബ്ജക്റ്റ് ടൈം ലൈനിൽ വയ്ക്കുക. കുറച്ച് സ്റ്റെക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക. ഇനി ഈ ഒരു ടൈമിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ന്യൂ ടോപ്പിക്കിനെ കുറിച്ച് റിസർച്ച് നടത്തരുത്. അതിനായി ടൈം സ്പെൻഡ് ചെയ്യരുത്. അതുപോലെ റെഫറൻസ് ബുക്ക് ഈ ഒരു ടൈമിൽ വായിക്കരുത്. അതേപോലെ തന്നെ ന്യൂ ടോപ്പിക്ക് വായിക്കാനും നിൽക്കരുത്. ഈ ഒരു ടൈമിൽ കഴിയുന്നതും ടെസ്റ്റ് സീരീസ് നടത്തരുത്. ഇനി എക്സാമിന് 2-3 ഡേയ്സേ ഉള്ളൂ. നന്നായി പഠിച്ച സബ്ജക്റ്റ് ആയിരിക്കും. ടെസ്റ്റ് സീരീസിൽ മാർക്ക് കുറഞ്ഞാൽ ഉള്ള കോൺഫിഡൻസ് കൂടി ഇല്ലാണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി കുറച്ച് ട്രിക്സ് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ട്രിക്സ് നോക്കാം. അപ്പോൾ നമുക്ക് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. കൺസിഡർ ദ ഫോളോവിങ്. 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. Deification of the Buddha. Second, trading the path of Bodhisattva. Third point, image worship and ritual. Which of the above is or are feature of Mahayana Buddhism? Options: A 1 only, B 1 and 2 only, C 2 and 3, D 1, 2 and 3. ഈ ഒരു ക്വസ്റ്റിന് എന്തെങ്കിലും ട്രിക്ക് ആൻഡ് ക്ലൂ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. കോമൺ സെൻസ് യൂസ് ചെയ്ത് തന്നെ ഇതിന് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വായിക്കുക. അതിൽ 1 and 3 സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസർ ടു ഈച്ച് അതർ, രണ്ടും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണെന്ന് നോക്കാം. ഡെഫിക്കേഷൻ ഓഫ് ബുദ്ധ, അതായത് അതിൻ്റെ മീനിങ് ബുദ്ധ ആസ് ഗോഡ്. ഇതുമായി ബന്ധപ്പെട്ടാണ് വർഷിപ്പ് ആൻഡ് റീച്ചർ. ഇതിൽ നിന്നും 1 and 3 കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി സെക്കൻഡ് ഓപ്ഷനിലാണ് കൺഫ്യൂഷൻ ഉള്ളത്. അപ്പോൾ നേരെ ഓപ്ഷനിലേക്ക് പോവാം. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ 1 ഓൺലി ആണ്.
1 and 3 കറക്റ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതല്ല. ബി 1 and 2 ഓൺലി ആണ്, 3 ഇല്ല, സോ അതല്ല. സി 2 and 3 ആണ്, അതിൽ 1 ഇല്ല, സോ അതല്ല. പിന്നെ ലാസ്റ്റ് വരുന്നത് 1, 2 and 3. അപ്പോൾ അതാണ് കറക്റ്റ്. ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ 2019 തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, പരിചയപ്പെടാം. With reference to the Swadeshi movement, consider the following statement. First point, it contributed to the revival of the indigenous artisan craft and industries. Second point, the National Council of Education was established as a part of Swadeshi movement. ക്വസ്റ്റിന് ആദ്യം പറഞ്ഞ സെയിം ട്രിക്ക് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. സ്വദേശി മീനിങ് ഇൻഡിജിയസ് ആൻഡ് നാഷണൽ, അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. ക്വസ്റ്റ്യൻ മീനിങ് മനസ്സിലാക്കി തന്നെ ആൻസർ അറ്റൻഡ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ബിൽഡിംഗ് കല്യാണ മണ്ഡപാസ് വാസ് എ നോട്ടബിൾ ഫീച്ചർ ഇൻ ദ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഇൻ ദ കിങ്ഡം ഓഫ്. ഇനി ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ചാലുക്യ, ബി ചണ്ഡേല, സി രാഷ്ട്രകൂത, ഡി വിജയനഗര. ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്വസ്റ്റിന് ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 സ്റ്റൈൽ ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ദ്രാവിഡ സ്റ്റൈലിൻ്റെ ഫീച്ചറാണ് കല്യാണ മണ്ഡപം. വിജയനഗര ടെമ്പിൾ ഈസ് ദ്രാവിഡ. ദ്രാവിഡയെക്കുറിച്ചുള്ള ഫീച്ചറോട് കൂടിയതാണ് രാഷ്ട്രകൂത. വിജയനഗര നോട്ടബിൾ അല്ലാത്ത ഒരു കാര്യമാണ് കല്യാണ മണ്ഡപം. പിന്നെ അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ചൊരു നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഇത് അല്ലാത്ത ഒരു മെത്തേഡ് കൂടിയുണ്ട്. ഇതും അല്ലെങ്കിൽ ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. 1, 2 and 3 സെൻട്രൽ ആൻഡ് നോർത്ത് ഏരിയാസ് ആണ്. ഡി ഡിഫറെൻ്റ് ആണ്. ആ രീതിയിലും കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി 2015 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. കലങ്കാരി പെയിൻറ്റിംഗ് റെഫേഴ്സ് ടു. ഫസ്റ്റ് ഓപ്ഷൻ എ ഹാൻഡ് പെയിൻറ്റഡ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻ സൗത്ത് ഇന്ത്യ. സെക്കൻഡ് പോയിന്റ് എ ഹാൻഡ് മെയ്ഡ് ഡ്രോയിങ് ബാംബൂ ഹാൻഡിക്രാഫ്റ്റ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. തേർഡ് പോയിന്റ് എ ബ്ലോക്ക് പെയിൻറ്റഡ് വൂളൻ ക്ലോത്ത്സ് ഇൻ വെസ്റ്റേൺ ഹിമാലയ റീജിയൻ ഓഫ് ഇന്ത്യ. ലാസ്റ്റ് പോയിന്റ് എ ഹാൻഡ് പെയിൻറ്റഡ് ഡെക്കറേറ്റീവ് സിൽക്സ് ക്ലോത്ത്സ് ഇൻ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് കോമൺ സെൻസ് ബേസ് ചെയ്തുകൊണ്ട് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് തന്നെ കലങ്കാരിയുടെ മീനിങ് നോക്കാം. കലം മീൻസ് പെൻ, കാർ മീൻസ് കൈ. സോ അതുകൊണ്ട് തന്നെ നെയ്തായിരിക്കും ഇത് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ ഓപ്ഷൻ സി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വരുന്നത് എയും സിയും ഡിയും ആണ്. അതിന് ഏതാണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ ഒറിജിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിൽ ബിയും ഡിയും വരുന്നത് നോർത്ത് ബേസ് ചെയ്തുകൊണ്ടാണ്. അതല്ല ഈ ഒരു ഹാൻഡ് മെയ്ഡ് കാര്യങ്ങളെല്ലാം വരുന്നത് സൗത്തിലാണ്. അതുകൊണ്ട് ആൻസർ വരുന്നത് എ ഹാൻഡ് പെയിൻറ്റഡ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻ സൗത്ത് ഇന്ത്യ. ലാസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി പരിചയപ്പെടാം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ റെസ്പോൺസ് ടു. ഫസ്റ്റ് പോയിന്റ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, ബി ക്രിറ്റ്സ് പ്രപ്പോസൽ, സി സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, ദെൻ ഡി വേവൽ പ്ലാൻ. എഡ്യൂക്കേറ്റഡ് ഗസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ കണ്ടുപിടിക്കാം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942 കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈസിയായി ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് 1928 ആണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942. സോ ഇത്രയും ഗ്യാപ്പ് വരുന്നു. അതുകൊണ്ട് ഓപ്ഷൻ സി അല്ല. മിഷൻ പ്ലാൻ 1946, വെവൽ പ്ലാൻ 1945, ഇൻഡിപെൻഡൻസ് ആക്ട് 1947. സോ എലിമിനേറ്റ് ഓപ്ഷൻ എ ആൻഡ് ഡി. ഓൺലി ബി ഈസ് ലെഫ്റ്റ് നൗ. ക്രിപ്സ് പ്രപ്പോസൽ 1942. ഹെൻസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്. ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റ് തന്നെയാണ്. ടൈം ലൈനിലൂടെ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. ഇനി ജനറൽ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടി പറയാം. 120 മിനിറ്റ് ആണ് 100 ക്വസ്റ്റ്യനുള്ള ടൈം. ഓരോ 30 മിനിറ്റ്സ് കഴിയുമ്പോഴും 30 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചില ആസ്പിറൻസ് ലാസ്റ്റ് ഫുൾ ബബിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് റോങ് ആണ്. ഫാസ്റ്റായി ബബിൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായി ഉറങ്ങുക, പ്രോട്ടീൻ ഫുഡ് കഴിക്കുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ എന്നിവയ്ക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഔട്ട്സൈഡ് ഫുഡ് ഒഴിവാക്കുക. എല്ലാ 30 മിനിറ്റിലും വെള്ളം കുടിക്കുക. ഫാസ്റ്റ് ബ്രെയിൻ വർക്കിന് ഇത് ഹെൽപ്പ് ചെയ്യും. എക്സാം സെൻറ്റർ ചെക്ക് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് എടുത്തു വയ്ക്കുക, കഴിയുമെങ്കിൽ യോഗ, മെഡിറ്റേഷൻ എന്നിവയൊക്കെ ചെയ്യുക. പിന്നെ ബി പോസിറ്റീവ്. എനിക്ക് കിട്ടും, എക്സാം എനിക്ക് പാസ്സാവാൻ പറ്റും എന്ന ആത്മവിശ്വാസത്തോടെ ഒക്കെ ഇരിക്കുക. പോസിറ്റീവ് മൈൻഡായിട്ടിരിക്കുക. ഇത്രയൊക്കെയാണ് എക്സാമിന് മുന്നേ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ടിപ്സ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.